ആരാധ്യരായ ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. ഇസ്രായേലിനെ കുറിച്ച് കുറേ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ ആ രാജ്യത്തെക്കുറിച്ച് ഇത്രയും അധികം പറയാൻ എന്താ ഉള്ളത് എന്നാർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഡോക്ടർ APJ അബ്ദുൽ കലാം അവിടെ പോയിട്ട് അദ്ദേഹം അവിടെ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ വേറെ ചില കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് നമുക്ക് അയച്ചു തന്നത് ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. താല്പര്യം തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കാം, അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുക. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് ആദ്യം ഇന്ത്യയുടെ കൂടെ നിന്ന ഗൾഫ് രാജ്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിലപാട് മാറ്റി അമേരിക്കയുടെ കൂടെ പാകിസ്ഥാനെ പിന്തുണച്ചു. 50,000 കുഴിബോംബുകൾ അടങ്ങിയ ഒരു കപ്പൽ അന്നത്തെ പാകിസ്ഥാൻ്റെ തുറമുഖമായ ചിറ്റഗോങ്ങിലേക്ക് അയച്ചത്, പാകിസ്ഥാനെ രക്ഷിക്കാനായിട്ട് അയച്ചത് സൗദിയാണ്. എന്നാൽ ആ കപ്പൽ ഇന്ത്യൻ നേവി തകർത്തു. പിന്തുണയ്ക്കാൻ സോവിയറ്റ് യൂണിയൻ മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇന്ത്യയെ പിന്തുണയ്ക്കാൻ ജനിച്ചിട്ട് 4 വർഷം പോലും തികയാത്ത ഒരു രാജ്യം, അതാണ് ഇസ്രായേൽ, അന്ന് ഓടിയെത്തി. പണ്ട് ലോകം മുഴുവനും തങ്ങളെ ആട്ടി ഓടിച്ചപ്പോഴേക്കും അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ച് ജീവിക്കാൻ അനുവദിച്ച് ഇന്ത്യയെ സഹായിക്കാൻ വന്നത് മറ്റാരുമായിരുന്നില്ല, ഇസ്രായേൽ മാത്രമായിരുന്നു. ജൂത വംശവുമായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇസ്രായേൽ. ആപത്ത് കാലത്ത് കൂടെ നിൽക്കുന്നവർ. കാർഗിൽ യുദ്ധത്തിൽ നമ്മെ സഹായിച്ച ഒറ്റ സുഹൃത്ത്. എന്തുകൊണ്ട് ഇസ്രായേൽ ഇന്ത്യയെ ഇത്ര സ്നേഹിക്കുന്നു? 70 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവിടെ പോയിട്ടില്ല. ഒരിക്കലും UN ഇന്ത്യ ഇസ്രായേലിനെ അനുകൂലിച്ചിട്ടുമില്ല. പലപ്പോഴും എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഏത് പ്രതിസന്ധിയിലും ഇന്ത്യ പോലും ആവശ്യപ്പെടാതെ സഹസ്രഹസ്ത സഹായവുമായിട്ട് ഇസ്രായേൽ ഇന്ത്യക്ക് മുന്നിലെത്തി. പൊക്രാനിലെ അണു പരീക്ഷണത്തെ തുടർന്ന് ചിരകാല സുഹൃത്തായ റഷ്യ പോലും കൈവിട്ടിട്ടും ലോക ഉപരോധത്തെ അതിജീവിക്കാൻ ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം നിന്നു. ഇന്ത്യക്ക് ഇന്നുള്ള മോഡേൺ വെപ്പൺസിൻ്റെ, ആധുനിക യുദ്ധോപകരണങ്ങളുടെ 60% ഇസ്രായേലി നിർമ്മിതമാണ്. ഇന്ത്യയുടെ NSG പാരാമിലിറ്ററി കമാൻഡോ ട്രെയിനിങ്ങിൻ്റെ അന്തിമഘട്ടം ഇസ്രായേലിൽ നിന്നാണ്. ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ ഉറ്റമിത്രമാണ് അവരുടെ മൊസാദ്. ഇപ്പോഴിതാ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉത്സവമാക്കി മാറ്റുന്നു ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ഇന്ത്യയോടുള്ള സ്നേഹത്തിന് കാരണം മതമോ രാഷ്ട്രീയമോ അല്ല, നന്ദിയാണ്, കടപ്പാടാണ്. ഹിറ്റ്ലറുടെ കാലം മുതൽ സ്വന്തം മണ്ണിൽ നിന്ന് മാറ്റിയോടിക്കപ്പെട്ട ജനതയെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് അതിഥി ദേവോഭവ എന്ന് പറഞ്ഞ് അഭയം നൽകിയ നാടിനോടുള്ള കടപ്പാടാണ്. അഭയം ചോദിച്ചെത്തുന്നവരെ സംരക്ഷിക്കുന്നതാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. ദലൈലാമയ്ക്ക് അഭയം കൊടുത്തതിൻ്റെ പേരിൽ ഒരു യുദ്ധവും ചൈനയുടെ ഒടുങ്ങാത്ത ശത്രുതയും നാം നേരിടുന്നു. എന്നിട്ടും നാം പിന്മാറിയില്ല. കാരണം അത് നമ്മുടെ നാടിൻ്റെ ധർമ്മമാണ്. മഹത്തായ ധർമ്മം കൈവിടാത്തത് കൊണ്ട് ഇസ്രായേലിനെ പോലൊരു ഉറ്റമിത്രത്തെ നമുക്ക് കിട്ടി. ഇസ്രായേലിൻ്റെ ടെക്നോളജിയും മൊസാദിൻ്റെ സഹായവും നമ്മൾക്ക് ആവശ്യമാണ്. അതിലുപരി ആപത്തിൽ സഹായിക്കുന്ന, നട്ടെല്ലുള്ള, വിശ്വസിക്കാവുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇനി ജി ആലപ്പുഴയിൽ നിന്ന് അയച്ച വേറൊരു വരി. IS എന്തേ ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല? അബൂബക്കർക്ക് ബാഗ്ദാദിക്ക് സ്വന്തം ജീവനിൽ കൊതിയുണ്ട്. അതുതന്നെ കാരണം. മണ്ടന്മാരായ അനുയായികളുടെ വയറ്റത്ത് ബോംബും കെട്ടിവെച്ച് വിടുന്ന ഭീകര സംഘടനകളുടെ നേതാക്കന്മാരെല്ലാം വ്യക്തികളെന്ന നിലയിൽ ഭീരുക്കളും അമിത ജീവിതാസക്തിക്കാരുമാണ്. 2005 ഓസ്കാറുകൾ വാരിക്കൂട്ടിയ സ്പിൽബർഗിൻ്റെ ക്ലാസിക് ചിത്രം മ്യൂണിച്ച് സിനിമ ഹറാമായതിനാൽ IS തലവൻ കണ്ടിരിക്കാനിടയില്ല. എന്നാൽ മ്യൂണിച്ച് കൂറ്റക്കൊലയുടെ ചരിത്രവും പ്രത്യാഘാതവും തലവെട്ടി ഖലീഫയ്ക്കും അറിയാതെ വരാൻ വഴിയില്ല. 1972 സെപ്റ്റംബർ 5 മ്യൂണിച്ചിലെ ഒളിമ്പിക്സ് വില്ലേജിലേക്ക് ബ്ലാക്ക് സെപ്റ്റംബർ എന്നു പേരുള്ള ഒരു പറ്റം പാലസ്തീൻ തീവ്രവാദികൾ ഇരച്ചു കയറി 11 ഇസ്രായേൽ കായിക താരങ്ങളെ വെടിവെച്ചു കൊന്നു. ലോകം നടുങ്ങി. ഇസ്രായേൽ നിലവിളിച്ചു. ഞെട്ടലിൽ നിന്ന് മോചനം നേടുന്നതിന് മുൻപ് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ അവർ ഭൂമിയുടെ ഏത് കോണിൽ ഒളിച്ചാലും പിടികൂടി കൊലപ്പെടുത്തുന്നതിനുള്ള പദ്ധതി പ്രധാനമന്ത്രി ഗോൾഡ മേയറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ജൂതരാഷ്ട്രം തയ്യാറാക്കി. ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് എന്ന പേരുള്ള പ്രതികാര പദ്ധതി ഇസ്രായേലിൽ തുടങ്ങി.
ഇനി ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ധൈര്യം തൻ്റെ ഇടവും ഒരു ഭീകരനും ഭാവിയിൽ ഉണ്ടാകരുതെന്നതായിരുന്നു ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡിൻ്റെ പരമമായ ലക്ഷ്യം. കൊലയാളികളുടെയും ആസൂത്രകരുടെയും സമ്പൂർണ്ണ വിവരം മൊസാദ് ശേഖരിച്ചു. അവരെ വകവരുത്തുന്നതിന് രൂപവൽക്കരിച്ച സ്പെഷ്യൽ സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചു. ഇറ്റലിയിലും ഫ്രാൻസിലും നോർവേയിലും ഗ്രീസിലും സൈപ്രസിലും ലെബനോണിലും താമസിച്ചിരുന്ന ഭീകരവാദികൾ വെടിയേറ്റും ബോംബ് പൊട്ടിയും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഓരോ തീവ്രവാദിയുടെയും വീട്ടിലേക്ക് പൂക്കളോടൊത്ത് ഒരു സന്ദേശവും എത്തി. ആ സന്ദേശം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: എ റിമൈൻഡർ, വി ഡു നോട്ട് ഫർഗെറ്റ്, വി ഡു നോട്ട് ഫർഗീവ്. ഒരു റിമൈൻഡറാണ് പുനർചിന്തനത്തിന് ആവശ്യമായിട്ടുള്ളത്. വി ഡു നോട്ട് ഫർഗെറ്റ്, ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വി ഡു നോട്ട് ഫർഗീവ്, ഞങ്ങൾ ഒരിക്കലും മാപ്പ് നൽകില്ല. ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഏത് ഭീകര സംഘടനയുടെയും നേതൃത്വത്തെ തന്നെ അവർ വകവരുത്തുമെന്നൊരു മുന്നറിയിപ്പായിരുന്നു വർഷങ്ങൾ നീണ്ടുനിന്ന ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ്. ലിബറൽ ജനാധിപത്യത്തിൻ്റെ മഹത്തായ ആദർശങ്ങളും സന്ദേശങ്ങളും കൈയൊഴിയാൻ തയ്യാറാകാത്ത ഫ്രാൻസിൽ ഭീകരാക്രമങ്ങൾ തുടർച്ചയായി അരങ്ങേറുന്നു. നിരപരാധികളുടെ ശരീരം ചിന്നിച്ചിതറുന്നു. അടിച്ചാൽ അങ്ങേയറ്റത്തെ തിരിച്ചടി കണ്ണിൽ ചോരയില്ലാതെ നൽകുന്ന ഇസ്രായേലുകൾ സുരക്ഷിതമായി ജീവിക്കുന്നു. മനുഷ്യവംശത്തെ ഉന്മൂലനാശം ചെയ്യാനിറങ്ങിയിരിക്കുന്ന കൊടും ഭീകരരെ കൊത്തങ്കല്ലെറിഞ്ഞ് തോൽപ്പിക്കാനാവില്ല. മുംബൈ ഭീകര ആക്രമണത്തിൻ്റെ തെളിവുകൾ നിറച്ച സൂട്ട്കേസുമായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിന്ന നമ്മുടെ രാജ്യത്തിന് ഇസ്രായേൽ ഒരു പാഠപുസ്തകമാണ്. അതിഗംഭീരമായിട്ട്, വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. ഇനി വേറൊരു വരി ഇസ്രായേലിനെ കുറിച്ച് തന്നെ. രാജീവ് ഗാന്ധി പാലസ്തീൻ സന്ദർശിച്ചു. യാസർ അരാഫത്തിനെ കണ്ടു. ആർക്ക് വേണ്ടിയായിരുന്നു അത്? പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി അധിക രാജ്യങ്ങളൊന്നും സന്ദർശിച്ചിട്ടില്ല. അമേരിക്കയിലോ ചൈനയിലോ റഷ്യയിലോ ജപ്പാനിലോ ജർമ്മനിയിലോ ഫ്രാൻസിലോ സൗദിയിലോ ഇറാനിലോ ഈജിപ്തിലോ എത്തി എന്തെങ്കിലും ചരിത്ര വസ്തുതകൾ രചിച്ചിട്ടില്ല. പക്ഷേ രാജീവ് ഗാന്ധി പാലസ്തീനിലെത്തി ചരിത്ര ചിത്രം വരച്ചു. എന്തിനാണാവോ? അത് ആർക്കു വേണ്ടിയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്നതാണ് പ്രധാനം. ഏതാണെങ്കിലും അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിനോ ഇവിടുത്തെ ഏതെങ്കിലും ജനത്തിനോ എന്തെങ്കിലും ഗുണമോ നേട്ടമോ നന്മയോ ഉണ്ടായിട്ടുള്ളതായിട്ട് ഇതുവരെ അറിയില്ല. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ചിത്രം നോക്കൂ. അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്ന രാജ്യമല്ല ഇസ്രായേൽ. മേൽപ്പറഞ്ഞ ലോകത്തിലെ എല്ലാ പ്രധാന രാജ്യങ്ങളും സന്ദർശിച്ച ശേഷം മോഡി ഇസ്രായേലിലും എത്തി. ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും എന്തെങ്കിലും ഗുണവും നന്മയും അഭിവൃദ്ധിയും സുരക്ഷയും സൗഹൃദവും സഹായ സഹകരണവും തേടിയും നേടിയും നൽകിയും ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ഈ യാത്ര. തീർച്ചയായിട്ടും മോഡി പാലസ്തീനിലും പാകിസ്ഥാനിലും എത്തും. അതും ഇന്ത്യ രാജ്യത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും എന്തെങ്കിലും നല്ലത് വരാൻ വേണ്ടി മാത്രം, അല്ലാതെ ആരെയെങ്കിലും തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ വെറുപ്പിക്കാനോ പ്രീണിപ്പിക്കാനോ അല്ല. രാജ്യത്തെയും ജനങ്ങളെയും നന്മയ്ക്കും ഗുണത്തിനും അഭിവൃദ്ധിക്കും സുരക്ഷയ്ക്കും വേണ്ടി മാത്രം ഒരു രാഷ്ട്രനായകൻ ചെയ്യേണ്ട കടമയാണത്, കർത്തവ്യമാണത്. ആരൊക്കെ ഓരിയിട്ടാലും മ്ലേച്ഛം പറഞ്ഞാലും വെറുപ്പിൻ്റെ വിശ്വാസവികാര രാഷ്ട്രീയം പ്രചരിപ്പിച്ചാലും ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്താലും ശരി, ചെയ്യേണ്ടത് ചെയ്തിരിക്കും, നടക്കേണ്ടത് നടന്നിരിക്കും എന്നുള്ളത് 3-4 വ്യക്തികൾ ഇസ്രായേലിനെ കുറിച്ചും അല്ലാതെയും അറിയിച്ചത് ഞാൻ ഒരുമിച്ച് വായിക്കുകയാണ് ചെയ്തത്. അത് ഓഡിയോയിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം ശ്രദ്ധിക്കേണ്ട ആവശ്യവും വരില്ല. വളരെ രസകരമായിട്ടുള്ള ശ്രവണം മാത്രം മതിയാവും എന്ന് തോന്നിയത് കൊണ്ടാണ് 2-3 ഓഡിയോ ഇതിനു മുമ്പ് കാരശ്ശേരിയുടെയും അതുപോലെ ചൈന ഇസ്ലാമിക ഇതിനെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചുമെല്ലാം ചെയ്തതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. പ്രണാമം, നമസ്കാരം.